നിങ്ങളുടെ ടീമിൽ ഒരേ പണി ചെയ്യാൻ പലരും പല വഴിയാണോ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ ഓരോ തവണ റിപ്പോർട്ട് വരുമ്പോഴും അത് ഓരോരോ രീതിയിലാണോ കാണുന്നത്? എങ്കിൽ ഈ ആശയക്കുഴപ്പങ്ങളെയൊക്കെ മാറ്റി കാര്യങ്ങൾക്കൊരു അടുക്കും ചിട്ടയും കൊണ്ടുവന്ന് വിജയത്തിലേക്ക് എങ്ങനെ എത്താം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, സ്റ്റാൻഡർഡൈസേഷനെക്കുറിച്ച്. ഇതൊരു സ്ഥിരം കാഴ്ചയാണല്ലേ? പല ബിസിനസ്സുകളിലും റിപ്പോർട്ടുകൾക്ക് ഒരു സ്ഥിരത കാണില്ല. പുതിയതായി വരുന്ന ഒരാൾക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. എന്തിനേറെ, ഒരേ ജോലി ചെയ്യാൻ തന്നെ പലരും പല വഴികൾ ഉപയോഗിക്കുന്നത് കാണാം. ഇത് നിങ്ങളുടെ സ്ഥാപനത്തിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കുക. പക്ഷേ ഈയൊരു ആശയക്കുഴപ്പമാണ് പലപ്പോഴും ബിസിനസിന്റെ വളർച്ചയുടെ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ ഈയൊരു കൺഫ്യൂഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തു വരാൻ പറ്റും? അതിനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് സ്റ്റാൻഡർഡൈസേഷൻ, അതായത് നിലവാരപ്പെടുത്തൽ. എന്തുകൊണ്ടാണ് ഇതൊരു മാന്ത്രിക വടി പോലെ ബിസിനസ്സുകളിൽ മാറ്റം കൊണ്ടുവരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. വാ, ഈ യാത്രയുടെ ആദ്യ പടിയിലേക്ക് കടക്കാം. എന്താണ് ഈ സ്റ്റാൻഡർഡൈസേഷൻ? വളരെ സിമ്പിളാണ് സംഭവം. ഒരു ജോലി ചെയ്യാൻ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ പാചകക്കുറിപ്പുണ്ടാക്കുന്നതുപോലെയാണിത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു വിഭവം ഉണ്ടാക്കാൻ ഒരു നല്ല റെസിപ്പി ഉണ്ടെങ്കിൽ അത് ആര് എപ്പോഴുണ്ടാക്കിയാലും ഏകദേശം ഒരേ രുചിയായിരിക്കില്ലേ? അതുപോലെ തന്നെയാണ് ബിസിനസ്സിലും. ഇത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്ഥിരതയും ഗുണമേന്മയും കാര്യക്ഷമതയും നൽകുന്നു. ഒന്ന് നോക്കിയേ ആ വ്യത്യാസം. ഒരു വശത്ത് എങ്ങോട്ടാണെന്നൊരു പിടിയുമില്ലാതെ ചിതറിക്കിടക്കുന്ന ജോലികൾ, മറുവശത്തോ എല്ലാവരും ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്നു. വ്യക്തമായ സ്റ്റാൻഡേർഡ്സ് ഇല്ലാത്തപ്പോൾ ഒരു ബിസിനസ് വളർത്തുന്നത് ഒരു കുത്തനെയുള്ള കയറ്റം കയറുന്നതുപോലെയാണ്. എന്നാൽ വ്യക്തമായൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാലോ വളർച്ച വളരെ എളുപ്പത്തിലും സ്വാഭാവികമായും സംഭവിക്കും. ഓക്കെ, സംഭവം കൊള്ളാം. പക്ഷേ എവിടുന്ന് തുടങ്ങും? ഒരു ബിസിനസ്സിൽ നൂറുകണക്കിന് ജോലികളുണ്ടാകും. ഇതിലേതിനാണ് ആദ്യം ഒരു റെസിപ്പി ഉണ്ടാക്കേണ്ടത്? എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ നോക്കിയാൽ നമ്മൾ വീണ്ടും പഴയ ആശയക്കുഴപ്പത്തിലേക്ക് തന്നെ എത്തും. അതുകൊണ്ട് ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളിൽ നമുക്കാദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. അതിനൊരു കിടിലൻ ടൂളാണിത്. നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രോസസ്സുകളൊക്കെ ഇതുപോലെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നടക്കുന്നത്, നിലവിൽ അതിന്റെ അവസ്ഥ എന്താണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോന്നിനും ഒരു മുൻഗണന കൊടുക്കുക. ഇവിടെ നോക്കൂ, ക്ലയന്റ് ഓൺബോർഡിംഗ്. ഒരുപാട് സമയം പോകുന്നു, പല വിവരങ്ങളും മിസ്സാകുന്നു. അപ്പോൾ അതിന് നമ്മൾ ഉയർന്ന മുൻഗണന കൊടുത്തു. കണ്ടില്ലേ? ഇതായിരിക്കണം നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ്. നിങ്ങളുടെ ലിസ്റ്റിലെ ഓരോ പ്രോസസ്സിനോടും ഈ 4 ചോദ്യങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കിയേ. 1, ഇതെപ്പോഴും ആവർത്തിച്ചു ചെയ്യുന്ന ഒരു പണിയാണോ? 2, ഇതിന്റെ റിസൾട്ട് നമുക്ക് കൃത്യമായി അളക്കാൻ പറ്റുമോ? 3, ഭാവിയിൽ ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ വല്ല സാധ്യതയുമുണ്ടോ? 4, ഇത് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഈ ചോദ്യങ്ങൾക്കൊക്കെ അതെ എന്നാണ് ഉത്തരമെങ്കിൽ ഉറപ്പിച്ചോളൂ, അതാണ് നിങ്ങളുടെ ഗോൾഡ് മൈൻ. അങ്ങനെ ശരിയായ പ്രോസസ്സ് നമ്മൾ കണ്ടെത്തി. ഇനി എന്തു വേണം? കൃത്യമായൊരു പ്ലാൻ, അല്ലേ? അതിനായി ഏത് ബിസിനസ്സിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു 4 സ്റ്റെപ്പ് പ്ലേബുക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങളുടെ ഐഡിയ ഒരു റിയാലിറ്റിയാക്കി മാറ്റാൻ തീർച്ചയായും സഹായിക്കും. ആ 4 സ്റ്റെപ്പുകൾ ഇതാണ്. ആദ്യം നമ്മൾ ചെയ്യുന്ന രീതി അങ്ങോട്ട് എഴുതിവെക്കുന്നു. പിന്നെ അതെങ്ങനെ നടപ്പിലാക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നു. മൂന്നാമതായി കാര്യങ്ങൾ ട്രാക്കിലാണോന്ന് നോക്കുന്നു. അവസാനം വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണുന്നു. സിമ്പിൾ. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ പടി ഡോക്യുമെന്റേഷൻ. സിമ്പിളായി പറഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതിവെക്കുക. ഒരു SOP, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആര് വന്നാലും എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഗൈഡ് ബുക്ക് റെഡിയാവുകയാണ്. അതുപോലെ വർക്ക് ഫ്ലോ ഡയഗ്രമുകൾ ഓരോ ഘട്ടവും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കും. ഇതാണ് നമ്മുടെ പുതിയ സിസ്റ്റത്തിന്റെ അടിത്തറ. രണ്ടാമത്തത് പ്ലാനിംഗ് ആണ്. ഏതൊരു മാറ്റം വരുത്തുമ്പോഴും അതിനൊരു ക്യാപ്റ്റൻ വേണം. അതാണ് പ്രോസസ് ഓണർ. പിന്നെ ശരിയായ ടീമിനെ തിരഞ്ഞെടുക്കണം. എപ്പോൾ തുടങ്ങും, എപ്പോൾ തീർക്കും എന്നറിയാൻ ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യണം. തീർന്നില്ല, ഇത് ചെയ്യാൻ ആവശ്യമായ സമയവും പണവും പോലുള്ള വിഭവങ്ങളും നീക്കിവെക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ് മോണിറ്ററിംഗ്. അതായത് നമ്മൾ ചെയ്യുന്നതിന് ഒരു ഫലമുണ്ടോന്ന് എങ്ങനെ അറിയും? അതിനാണ് KPIs അഥവാ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ഉദാഹരണത്തിന്, ഒരു ജോലി തീർക്കാനുള്ള സമയം 50% കുറഞ്ഞു. അതൊരു KPI ആണ്. ഇങ്ങനെ പുരോഗതി കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതും ടീമിൽ നിന്ന് ഫീഡ്ബാക്ക് വാങ്ങുന്നതും നമ്മുടെ സിസ്റ്റം എപ്പോഴും മെച്ചപ്പെടുത്താൻ സഹായിക്കും. അവസാനമായി റിസ്ക് മാനേജ്മെന്റ്. ഏതൊരു പുതിയ കാര്യം ചെയ്യുമ്പോഴും ചില തടസ്സങ്ങൾ വരാം, സ്വാഭാവികമാണ്.
ചിലപ്പോൾ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പാകാം, അല്ലെങ്കിൽ ടെക്നോളജിയിൽ വരുന്ന പ്രശ്നങ്ങളാകാം. ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ഒരു പ്ലാൻ ബി റെഡിയാക്കി വെച്ചാൽ യാത്ര സ്മൂത്താകും. അപ്പോ ഈ 4 ഘട്ടങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയി. ഇനി അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? വെറുതെ കാര്യങ്ങളൊക്കെ അടിപൊളിയായി എന്ന് പറയുന്നതിനു പകരം നമുക്ക് അളക്കാൻ പറ്റുന്ന ചില നേട്ടങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ വലിയ നേട്ടം സമയം. പണ്ട് മണിക്കൂറുകൾ എടുത്തിരുന്ന പണികൾ ചിലപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ തീരും. ആ ലാഭിക്കുന്ന സമയം എന്തു ചെയ്യാം? നിങ്ങളുടെ ടീമിന് പുതിയ ഐഡിയകൾ കൊണ്ടുവരാനും കസ്റ്റമേഴ്സുമായി കൂടുതൽ സംസാരിക്കാനുമൊക്കെ ഉപയോഗിക്കാം, അല്ലേ? രണ്ടാമത്തേത് പണം. തെറ്റുകൾ തിരുത്താൻ പോകുന്ന സമയവും വേസ്റ്റായി പോകുന്ന റിസോഴ്സസും ഒക്കെ കുറയുമ്പോൾ അത് നേരെ വന്ന് തട്ടുന്നത് നിങ്ങളുടെ കമ്പനിയുടെ ലാഭത്തിലാണ്. ഓരോ പ്രോസസ്സും മെച്ചപ്പെടുത്തുമ്പോൾ നിങ്ങൾ പണം ലാഭിക്കുകയാണ്. അത്രയുള്ളൂ. മൂന്നാമത്തേത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ക്വാളിറ്റി. നിങ്ങളുടെ കസ്റ്റമറിന് ഓരോ തവണയും ഒരേപോലെ നല്ലൊരു അനുഭവം കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ വിശ്വാസം കൂടും. ഈ ഒരു സ്ഥിരതയാണ് സാധാരണ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ ബ്രാൻഡിന്റെ ഫാൻസാക്കി മാറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പോൾ തന്നെ നിലവാരപ്പെടുത്തിയാൽ ഏറ്റവും വലിയ മാറ്റം കൊണ്ടുവരാൻ സാധ്യതയുള്ള ആ ഒരൊറ്റ പ്രോസസ്സ് ഏതാണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തണം. കാരണം അതാണ് നിങ്ങളുടെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള താക്കോൽ.